നോക്കൂ, നമ്മളൊരു ഗിവൺ സർക്കംസ്റ്റൻസസിൽ, സാങ്കല്പികമായ സാഹചര്യത്തിൽ നിൽക്കുകയാണ് ആ കഥാപാത്രം. അവിടേക്കാണ് നമ്മൾ എത്താനുള്ളത്. അപ്പോൾ ഇമാജിനേഷൻ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു ഇമോഷണൽ അറ്റാക്ക് അല്ല വേണ്ടത്, ഇമോഷണൽ വയലൻസ്, നമ്മുടെ തന്നെ ഇമോഷൻസിനെ വയലൻസ് കാണിക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുകയല്ല വേണ്ടത്. നേരെ മറിച്ച് നമ്മളിൽ തന്നെ ഇന്നർ വേൾഡിനെ പ്രിപ്പറേഷൻസിലൂടെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് എപ്പോഴാണോ ആവശ്യം, ആ ആവശ്യമുള്ള സമയത്തേക്ക് അത് വരിക എന്നുള്ള കാര്യം ആണ് നടക്കുക. അങ്ങനെ വളരെ ഓർഗാനിക്കായിട്ട് ഇമോഷൻസ് വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രിപ്പറേഷൻസ്, ആ പ്രിപ്പറേഷൻസ് ഏതെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം സെൽഫ് അവെയർനെസ് എന്നുള്ളതാണ്. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അവെയർനെസ്, ഞാൻ നേരത്തെ പറഞ്ഞു എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന്. നോക്കൂ, വി കനോട്ട് ആക്സസ് വാട്ട് വി കനോട്ട് റെക്കഗ്നൈസ്, അല്ലേ? നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയാത്ത ഇമോഷൻസിനെ നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യാനായിട്ട് കഴിയും? പല ആക്ടേഴ്സും എന്നോട് പറയാറുണ്ട്, എനിക്ക് ഇത് ഫീല് കിട്ടുന്നില്ല, എനിക്ക് ഈ ഫീല് മനസ്സിലാവുന്നില്ല, ഐ ഡോണ്ട് ഫീൽ ഇറ്റ്. എന്തുകൊണ്ടാണ്? കാരണം യു ആർ not ready to receive that subtle sensations. ചുറ്റുപാടുമുള്ള നിങ്ങളുടെ സാഹചര്യങ്ങൾ തരുന്ന സട്ടിൽ സെൻസേഷൻസിനെ റിസീവ് ചെയ്യാനുള്ള കഴിവിലല്ല നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണത്.